Once again, good morning to everyone. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇന്നലെ ഒരു സൂചന നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സ്, മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുൾ ആയുള്ള ദിവസമാണ് ഇന്ന്. 888 എന്ന് പറയുന്ന ലയൺസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗേറ്റ് വേ ഡേ ആണെന്ന്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണില്ല, പലർക്കും മനസ്സിലായി കാണില്ല, ചിലവർക്ക് നന്നായിട്ട് അറിയിക്കും. ശ്രീരാമക്ക് ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് അറിയാം. ഇത് ലയൺസ് ഗേറ്റ് പോർട്ടൽ 2024 എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ആക്ച്വലി ഒറ്റ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജൂലൈ 7-ാം തീയതി മുതലുള്ള ഒരു പ്രോസസ്സാണിത്. ഒരു മാസത്തെ പ്രോസസ്സാണ്. പക്ഷെ നമ്മളിത് എൻ്റെ ഇടയിൽ ജൂലൈ 7 മറന്നുപോയി. ഞാൻ ഇന്നലെയാണ് അത് ഓർത്തത്. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എവറി ഇയർ ആൻഡ് അറൌണ്ട് ദ 8th ഡേ ഓഫ് ദി 8th മന്ത് ഓഫ് ദി ഇയർ ആണ് ഈ വരുന്നത്. അതായത് 8-8-24. അപ്പോൾ 3 8കൾ ഒന്നിച്ചു വരും. എന്താണ് ഈ 8ന്റെ പ്രത്യേകത എന്നറിയോ? 8ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8 ഈസ് an angel number for practicing powerful symbolizing abundance, prosperity and balance ആണ്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? നമുക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ 8ന്റെ പ്രത്യേകത, ഒന്നാമത്തെ 8 മീൻ ചെയ്യുന്നത് അബൻഡൻസിനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ 8 മീൻ ചെയ്യുന്നത് പ്രോസ്പെരിറ്റിയെ പറ്റിയാണ്. മൂന്നാമത്തെ 8 റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ബാലൻസിനെ പറ്റിയാണ്. അതായത് നമുക്ക് വേണ്ട അബൻഡൻസും പ്രോസ്പെരിറ്റിയും എല്ലാം ബാലൻസ് ചെയ്തിട്ടുള്ള ലൈഫ്. ഇതല്ലേ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ നമ്പർ, ഈ 888 എന്ന് പറയുന്ന നമ്പറാണ് ഇതിനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, അബൻഡൻസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിസിക്കൽ ഇതിനെ പറ്റിയിട്ടാണ് 8നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് പണവുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു നമ്പറാണ്, ഏഞ്ചൽ നമ്പറാണ് 888. അതിന് ഒരുപാട് കഥകൾ, ഉപകഥകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിലേക്കൊന്നും നമുക്കിപ്പോൾ പോകുന്നില്ല. എന്തായാലും 888 ഒരു ഏഞ്ചൽ നമ്പറാണെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ എനർജി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ നമ്പറിലാണ് എന്നാണ് ന്യൂറോളജിയിൽ പറയുന്ന കാര്യം. അപ്പൊ ഇതിന് ഇന്നത്തെ ദിവസത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. വീനസുമായി സണ്ണുമായി കണക്ട് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയ ദിവസം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരാം. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാം. എന്താണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്? ഏഞ്ചൽ നമ്പർ നമ്മൾ ഇന്നത്തെ ദിവസം പ്രാക്ടീസ് എന്താണ്? നമുക്ക് വേണ്ട അബൻഡൻസ് ഫ്ലോ മീ എഫേർട്ട്ലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അബൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ശരിക്കും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇന്ന് നമുക്ക് അബൻഡൻസിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ വിഷ്വലൈസേഷൻ പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ എന്താണ് അത് സ്ഥിരമായി ചെയ്യുന്ന വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അതിനപ്പുറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഞാനൊരു ചെറിയൊരു ടെക്നിക്ക്, ഇന്ന് വേറൊരു ടെക്നിക്ക് കൂടി ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കാം. ഇത് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പഠിപ്പിക്കുന്ന സംഭവമാണ്. ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞവർക്ക്, അതിൽ അച്ചീവ് ആകാത്തവർക്ക് നമുക്ക് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിലും വിഷയം അനുഭവിക്കുന്നവർക്ക് നമുക്ക് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. അതും മറ്റൊരു സംഭവമാണ്. അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാം. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഇരിക്കുക, ഒരു പെന്നും പേപ്പറും എടുക്കുക. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മണിയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ വെൽത്തുമായി ബന്ധപ്പെട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യണം. വെൽത്തുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു പേപ്പറിൽ എഴുതുക. അതെല്ലാവരും എഴുതണേ. ഇത് എഴുതുന്നവർ മാത്രം, നമുക്കിവിടെ എഴുതുന്നവർക്ക് മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ 888 ഏഞ്ചൽ നമ്പർ എല്ലാവരും പേപ്പറിൽ എഴുതുക. 888 ഏഞ്ചൽ നമ്പർ, ഏഞ്ചൽ ഡേ എന്ന് അങ്ങനെ പറയാം. നമുക്ക് ഈ ദിവസത്തെ അങ്ങനെ പറയാം, 888 ഏഞ്ചൽ ഡേ. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഐ ആം മാനിഫെസ്റ്റിംഗ്
for the abundance of എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവിടെ എഴുതുക. അബൻഡൻസ് ഓഫ് മണി ആണെങ്കിൽ മണി റുപ്പീസ് എത്രയാണ് 1 crore ഇൻ ദിസ് ഇയർ. ഈ വർഷത്ത് 1 കോടി രൂപ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്. രണ്ടാമത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഐ ഹാവ് abundance of money and happiness. I am grateful for that. I have abundance of money and happiness. ഇത് നമ്മൾ ഫീൽ ചെയ്യാണ്. മൂന്നാമത്തെ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് all the resources and wealth flows in me with effortlessly. എഫേർട്ട് ഇല്ലാതെ നമ്മളിലേക്ക് റിസോഴ്സസും വെൽത്തും ഫ്ലോ ചെയ്യുന്നതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഏതാ റിസോഴ്സസ് ഓഫ് ആരെങ്കിലും ഒന്ന് എഴുതിയവരൊന്ന് പറഞ്ഞേ നോക്കട്ടെ. I am grateful for that all the resources and wealth flows in me with effortlessly. കിട്ടിയോ? എല്ലാവരും എഴുതണേ കൃത്യമായിട്ട്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എഴുതി. എന്തെങ്കിലും ചേർക്കണം, വേറെ ചേർക്കണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. സാറേ ഈ 1 വർഷം അച്ചീവ് ചെയ്യുന്ന മണിയുടെ കാര്യമല്ലേ പറഞ്ഞു? അതെ, ഒരു ഇന്നത്തെയാണോ? അങ്ങനെ എടുക്കണ്ട സാറേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രീതിയിലും പ്രാക്ടീസ് ചെയ്യാതെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണം പ്രാക്ടീസ്. ഇൻസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് കിട്ടേണ്ടത് പ്രാക്ടീസ് ചെയ്തോളൂ. ദിസ് ഇയർ തന്നെ നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. ഒരു 5 പോയിന്റ് എഴുതിക്കോളൂ. I am grateful for that my life is balanced with happiness and wealth. പോരെ? സെൽഫ് ലവ് ഒന്നും ഇവിടെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ട. ഇവിടെ വെൽത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ആശാലക്ഷ്മിക്ക് ഈ മാസം തന്നെ ഫോക്കസ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ തന്നെ വന്നെത്തിയ നല്ല ദിവസമാണ്. അപ്പൊ നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ അഫർമേഷൻസ് എഴുതുമ്പോഴോ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട്
നമ്മൾ അഫർമേഷൻസ് എഴുതുമ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും ഇൻക്ലൂഡഡ് ആയി വരും കേട്ടോ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഒരു ഷോർട്ട് ഇതായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മൈൻഡ്ഫുൾനെസ് എഴുതി കഴിഞ്ഞോ നിങ്ങൾ, കഴിഞ്ഞവർക്ക് മാത്രം മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല, നിങ്ങളുടെ മനസ്സിലാണ് ഈ വിഷ്വലൈസേഷൻ വരേണ്ടത്. അപ്പോൾ കണ്ണടച്ചിരിക്കുക, ബ്രീത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ കണ്ണടച്ചിരിക്കുക നന്നായിട്ട്. ഞാൻ വലിയ കമാൻഡുകളൊന്നും പറയില്ല, കാരണം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാണ്. നിങ്ങൾ ഈ സാധനങ്ങളെ മനസ്സിൽ മുഴുവൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുക. ഫീൽ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുക, നിങ്ങൾ മനസ്സുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളിൽ അബണ്ടൻസ് ഓഫ് മണി വരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു പറയാം. ഇപ്പൊ ഏഞ്ചൽ നമ്പർ 888 എന്ന് പറയുന്ന ഏഞ്ചല്, അതൊരു ഏഞ്ചലാണ്. ആ ഏഞ്ചല് നിങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതും ആ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് ഓഫ് മണി, വെൽത്ത് തരുന്നതുമായി ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ കണ്ണുകൾ അടക്കുക, ബ്രീത്തിൽ ഫുൾ ഫോക്കസ് ചെയ്യുക. ഒരു 5 തവണ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നന്നായിട്ട് ചെയ്യുക, സോഫ്റ്റ് ആയിട്ട്. അതായത് ബ്രീത്ത് ഇൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലെ കൂടി ശ്വാസം മുഴുവനായിട്ട് വലിച്ചെടുക്കുക, എന്നിട്ട് വായിലൂടെ പുറത്തോട്ട് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ്, റിലാക്സ്. Breathe in, breathe out, breathe out. Relax, relax. Breathe in, breathe out. You're fully relaxed. You're fully relaxed. Your body നന്നായി റിലാക്സ് ആവുകയാണ്. Once again, breathe in, breathe out. Breathe in. ഫുള്ളി റിലാക്സ്. നൗ നിങ്ങൾ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങൾ ശരീരഭാരവും ഷോൾഡറൊക്കെ താഴുകയാണ്, റിലാക്സ് ആവുകയാണ്. ഇനി ഇന്നത്തെ ദിവസം ഏറെ പ്രത്യേകതയുള്ളതാണ്, നിങ്ങൾക്കറിയാം. 888 എന്ന് പറയുന്ന ഏഞ്ചൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയുള്ള ഏറ്റവും പവർഫുള്ളായ സമയത്ത് 888, അതായത് അബൻഡൻസ്, പ്രോസ്പെരിറ്റി ആൻഡ് ബാലൻസുമായിട്ടുള്ള ജീവിതം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ മാലാഖ നമ്മളെ പൂർണ്ണമായും അവിടെ നിന്നും സ്വർഗത്തിൽ നിന്നും അനുഗ്രഹിക്കുന്നതായിട്ട്, 2 കൈകളാലും അനുഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്ന് വരുന്ന സൂര്യന്റെ തേജസ്സാർന്ന ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി നിങ്ങളിലേക്ക്, നിങ്ങളുടെ മൂർധാവിലേക്ക് എത്തുന്നതായി ആ വെളിച്ചം, നീലയും മഞ്ഞയും കലർന്ന ആ വെളിച്ചം നിങ്ങളിലെ മൂർധാവിലേക്ക് ഇതാ പതിക്കുന്നതായി നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആ എനർജിയിൽ, നിങ്ങൾ ആ ലഭിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ ബോഡി മുഴുവൻ എനർജൈസ് ആവുകയാണ്. ജീവിതത്തിൽ നേടേണ്ടതായ അബൻഡൻസ്, പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ ജീവിത വിജയം എന്ന് പറയുന്ന ബാലൻസിങ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ എനർജൈസ് ചെയ്യാണ്. നിങ്ങളുടെ ശരീരം മുഴുവൻ എനർജൈസ് ആയി നല്ല പ്രഭയാൽ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രഭയോടുകൂടി നിങ്ങളുടെ ശരീരം തിളങ്ങുകയാണ്. പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി, എൻ്റെ ദൈവത്തിന് നന്ദി, എന്നെ ഉയർത്തുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി നിങ്ങൾ കൈകൾ രണ്ടും ഇങ്ങനെ കൂപ്പി വെക്കുക. എന്തോ എന്ന് നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ കൈ നീട്ടുകയാണ് ഏഞ്ചലിന്റെ മുമ്പിൽ. മലാഖയോട് പറയുകയാണ്, എനിക്ക് ആവശ്യമായ പണവും സമ്പത്തും സമ്പാദ്യവും ആരോഗ്യവും ആയുസ്സും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നീ ഇന്നത്തെ ദിവസത്തിലൂടെ എന്നിലേക്ക് പകരണമേ.
ഞാൻ സ്വീകരിക്കാൻ ഇതാ എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് ഞാൻ റെഡിയായിരിക്കുന്നു. എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും, അത് പണമായാലും മറ്റെല്ലാ സമ്പൽ സമൃദ്ധിയായാലും എല്ലാം ഇതാ ആ ഏഞ്ചൽ ഏഞ്ചലിന്റെ രണ്ട് കൈകളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ നമ്മുടെ കൈകളിലേക്ക് പതിക്കുകയാണ്. കൈകളിൽ പതിക്കുമ്പോൾ കൈകൾ മുഴുവൻ സ്വർണവും പണവും ഒക്കെ വന്ന് നിറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പണം, നമുക്ക് ആഗ്രഹിക്കുന്ന സമ്പത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സംതൃപ്തി, നമ്മൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിത വിജയം എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ആ മാലാഖ നമ്മുടെ കൈകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആഹാ, ഞാനത് കാണുമ്പോൾ എനിക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു. എൻ്റെ കണ്ണിൽ മുഴുവനായും സ്വർണവും പണവും എല്ലാം വരുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ഇതിൽ ഏറെ നന്ദിയുള്ളവനാണ്. ഞാൻ ഇതിൽ ഏറെ നന്ദിയുള്ളവളാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അർഹതപ്പെട്ടതൊക്കെ എന്നിലേക്ക് എത്തിച്ചേരുന്നതിന് ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയിരിക്കുന്നു. I am so grateful for that. I am receiving abundance of wealth, abundance of health, abundance of prosperity in my life. I am so grateful for that. I am living in abundance of life. ഇനി ജീവിതത്തിൽ എല്ലാ ദിവസവും പോസിറ്റീവായി മാത്രം ഞാൻ സംസാരിക്കുകയും പോസിറ്റീവായി മാത്രം ഞാൻ ജീവിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. മാലാഖയോട്, എനിക്കിതെല്ലാം നൽകുന്ന മാലാഖയോട് ഞാൻ പറയാണ്, ജീവിതത്തിൽ പരാതിയും പരിഭവവും ഒന്നും പറയാതെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതിനൊക്കെ നന്ദി നൽകിക്കൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ലഭിക്കാനായിട്ടുള്ള എൻ്റെ പാനപാത്രത്തെ ഞാൻ തയ്യാറാക്കി നിർത്തുകയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്നിലേക്ക്, ഞാനാകുന്ന പാനപാത്രത്തിലേക്ക് ഒഴുക്കാൻ നിങ്ങൾക്ക് എന്നെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കാനായി ഞാൻ എൻ്റെ പാനപാത്രത്തെ തയ്യാറാക്കിയിരിക്കുന്നു. So I'm so grateful for that. I am feeling so happy, excited in my life. എൻ്റെ ജീവിത വിജയം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ എല്ലാം എന്നും ഞാൻ സംതൃപ്തിയോടുകൂടി കാണുകയും അതിനനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് ദൈവവും ഞാനുമായിട്ടുള്ള പ്രതിജ്ഞയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് ബോധപൂർവമോ ബോധമില്ലായ്മയോ എന്നിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തിയിരിക്കുന്നു. സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും ക്ഷേമവും എല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ തന്നെ ഞാനും അതിന് അവകാശിയായതുകൊണ്ട് തന്നെ നീ ഇതാ നൽകുന്നത് മുഴുവൻ എൻ്റെ കൈകളിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ആ ഏഞ്ചൽ മാലാഖ അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളിലേക്ക് 888 3 തവണ നമുക്കെല്ലാം നൽകുകയാണ്. ആ 8നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. 8നെ അത്രയും പവർഫുള്ളായി വിഷ്വലൈസ് ചെയ്യുക. 888 എന്നൊരു 11 തവണ നിങ്ങൾ ഉരുവിടുക നിങ്ങളുടെ മനസ്സിൽ. 8 എൻ്റെ സംതൃപ്തി കൊണ്ടുവരുന്നു. 8 എനിക്ക് സമാധാനം നൽകുന്നു. 8 എനിക്ക് ഐശ്വര്യം നൽകുന്നു. 8 എനിക്ക് സമൃദ്ധി നൽകുന്നു. 8 എനിക്ക് ആരോഗ്യം നൽകുന്നു. 8 എനിക്ക് സമ്പത്ത് നൽകുന്നു. 8 എനിക്ക് ബന്ധങ്ങൾ നൽകുന്നു. 8 എനിക്ക് എൻജോയ്മെന്റ് നൽകുന്നു. 8 എനിക്ക് എൻ്റെ ആത്മാവുമായുള്ള കണക്ടിവിറ്റി നൽകുന്നു. ഞാനാകുന്ന ആത്മാവിനെ കണക്ട് ചെയ്യുന്നത് 8 ആകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ അനുഗ്രഹിക്കുന്നതാണ് ഈ ലയൺസ് ഗേറ്റ് 8 എന്ന് പറഞ്ഞ പവർഫുൾ നമ്പർ. എന്ന് ജീവിതത്തിൽ എല്ലായിടത്തും എവിടെയൊക്കെയോ ഞാൻ 8നെ കാണുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സമ്പൽ സമൃദ്ധിയെ ഓർക്കുന്നു. എവിടെയൊക്കെ 8നെ കാണുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സമൃദ്ധിയെ പറ്റി ഓർക്കുന്നു. എല്ലാ സമയത്തും 8നെ കാണുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സമൃദ്ധി, സമാധാനം, സംതൃപ്തി, എല്ലാം ഐശ്വര്യവും ജീവിതത്തിൽ ബാലൻസിങ്ങും ഒക്കെ നൽകുന്ന 8നെ പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവമേ, എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം നൽകിയതിന് നന്ദി, നന്ദി, നന്ദി. ദൈവമേ, എനിക്ക് ഇത്രയും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ നൽകിയതിന് നന്ദി, നന്ദി, നന്ദി. എൻ്റെ ജീവിതം തന്നെ വളരെ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ളവരാകുന്നു. ഇത്തരം ക്ലാസ്സുകൾ എന്നിലേക്ക് എത്തിയതിനും ഞാൻ നന്ദി പറയുന്നു.
ഇത്തരം നല്ല ആൾക്കാർ കൂട്ടങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതിന്, പോസിറ്റീവ് ആൾക്കാർ എൻ്റെ ചുറ്റുവട്ടമുള്ളതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ ആൾക്കാരുമായി എന്നും നിരന്തരം പോസിറ്റീവായി കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ എനർജിയെ ഉയർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ വാക്കും പ്രവൃത്തിയും ഞാൻ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ആഹാ, എന്തൊരു രസമാണിത്! എൻ്റെ കൈകൾ മുഴുവൻ സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പണവും, ആഗ്രഹിക്കുന്ന സമ്പത്ത്, ആഗ്രഹിക്കുന്ന സ്വർണങ്ങൾ, ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ കൈക്കുമ്പിളിൽ ദാ കിടക്കുന്നു. കണ്ണടച്ചിരിക്കുമ്പോഴും തുറന്ന കണ്ണുപോലെ നിങ്ങളുടെ അകമേയുള്ള കണ്ണാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അകമേയുള്ള കണ്ണാൽ നിങ്ങൾ കാണുന്ന ഇത്രയും വലിയ വെൽത്തും കാര്യങ്ങളും നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തത് ഇനി ഇത് ഓരോ ദിവസവും കൂടിക്കൂടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തത്രയും സമ്പത്ത് എൻ്റെ കൈവെള്ളയിൽ ദൈവം നൽകിയിരിക്കുന്നു. താങ്ക് യു, 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 താങ്ക് യു. കുറച്ചു നേരം കൂടി അങ്ങനെ കണ്ണടച്ച് അതിനെ ആസ്വദിക്കുക. കൈകളിലിരിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയെയും നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുകയാണ്. ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി വിടരുകയാണ്. ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി വിടരുകയാണ്. എല്ലാം നമുക്ക് നേടാൻ ആഗ്രഹിച്ചതെല്ലാം, ഇത്രയും ദിവസങ്ങൾ നേടാൻ ആഗ്രഹിച്ചതെല്ലാം ദേ കൈവെള്ളയിലിരിക്കുന്ന അനുഭൂതി അറിയുകയാണ്. ആഹാ, നന്ദി, നന്ദി, നന്ദി. ജീവിതത്തിന് സമസ്ത മേഖലകളിലും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു രൂപത്തുണ്ടായാലും നിങ്ങൾ ഇന്ന് നൽകാൻ തയ്യാറാണ്. ആർക്കെങ്കിലും സഹായിക്കാൻ ഒരു സഹായം ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, സഹായം നൽകേണ്ട ഒരാൾക്ക് നിങ്ങൾ ഇന്ന് തന്നെ ഒരു കയ്യിലിരിക്കുന്ന ഒരു തുക എടുത്ത് മാറ്റിവെക്കുക. ഇന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ മറ്റന്നാൾ സമയം കിട്ടുമ്പോൾ കൊടുക്കാമെന്നില്ല. ഇന്നത്തെ ദിവസം ഇത്രയും നന്നാക്കി നൽകുന്നതിന് ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ, ഞാൻ ചെയ്യേണ്ട ഒരു കടമ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തുക മാറ്റിവെക്കുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കൈകൾ മുഴുവൻ പണവുമായി സമർത്ഥമായി ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഏറെ സന്തോഷത്തിൻ്റെതാണ്. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. വെൽക്കം ബാക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു പണവുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ഒന്നുകൂടി പാകപ്പെടുത്തണം. എങ്ങനെ എനിക്ക് ഇത്രയും പണം സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് എത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 പോയിന്റുകൾ എഴുതി വെക്കുക. 5 കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. അതിന് താഴെ ഞാൻ ഇന്ന രീതിയിലായിരിക്കും ഈ കാശിനെ എത്തിക്കുക. വേണമെങ്കിൽ ജോലി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളമുള്ള ജോലി ലഭിച്ചതിന് നന്ദി എന്ന് എഴുതുക. ശമ്പളം കൃത്യമായി തുക എഴുതണം. അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനും എഴുതണം. എനിക്ക് ഇത്രയും ശമ്പളവും ഇത്രയും ഇന്ന പൊസിഷനുള്ള ജോലിയും ലഭിച്ചതിന് നന്ദി. ഓരോ മാസവും എനിക്ക് ഇത്രയും പൈസ സേവിങ്സ് ആക്കി വെക്കാൻ സാധിക്കുന്നതിന് നന്ദി. ഓരോ മാസവും എനിക്ക് ഇത്രയും തുക സേവിങ്സ് ആക്കി വെക്കാൻ സാധിക്കുന്നതിന് നന്ദി. ഓരോ മാസവും എൻ്റെ കയ്യിലുള്ള തുക കൂടുതൽ കൂടുതൽ ഉയർത്താൻ എനിക്ക് സാധിക്കുന്നതിന് നന്ദി. വിവിധമായ മാർഗങ്ങളിലൂടെ, വിവിധമായ വ്യക്തികളിലൂടെ
വിവിധമായ സാഹചര്യങ്ങളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. പുതിയ പുതിയ ആൾക്കാർ, അതായത് ഈ സെയിൽസുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സ് അൺഎക്സ്പെക്റ്റഡ്ലി, എഫേർട്ട്ലെസ്ലി എന്നിലേക്ക് വരുന്നതിന് നന്ദി. അതിനപ്പുറത്ത് റിയലിറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. എനിക്ക് ഇത്ര ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, ഇത്ര രൂപയാണ് എൻ്റെ വരുമാനം, അതിന് ഇത്ര കൂട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാണോ നിങ്ങൾക്ക് അത് തോന്നുന്ന രീതിയിൽ അത് എഴുതാം. അതിനെല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എഴുതണമെന്ന് മാത്രമേ, പോസിറ്റീവ് മെത്തേഡിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ നോർമലി എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം 8 നമുക്ക് വരുന്നത് പവർ വരും, സക്സസ് വരും, മെറ്റീരിയൽ വെൽത്ത് വരും. അപ്പോൾ നമുക്ക് പൊസിഷൻസ് അവിടെ അപ്ലൈ ചെയ്യാം, ജോബിന്റെ പൊസിഷൻസ് അപ്ലൈ ചെയ്യാം, സക്സസ് ആവുന്ന, അതായത് ജോലി ലഭിക്കുന്ന അവസ്ഥയെ നമുക്ക് പ്ലാൻ ചെയ്യാം, മെറ്റീരിയൽ ആയിട്ടുള്ള വെൽത്തുകൾ വരുന്നതിന് നമുക്ക് പ്ലാൻ ചെയ്ത് മൂന്നിനും പ്ലാൻ ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അബൻഡൻസ്, പ്രോസ്പെരിറ്റി ആൻഡ് ബാലൻസ്. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ലഭിച്ചത് സെലിബ്രേറ്റ് ചെയ്തതായിട്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറയണം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എഴുതി കഴിഞ്ഞല്ലോ. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതിനെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളായിട്ട് സെൽഫായിട്ട് പറയണം. അതും ഇന്നത്തെ ക്ലാസ്സിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ആളും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. സർ ആ സർ, ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പുതിയ അറിവ് ഞങ്ങളിലേക്ക് എത്തിച്ചതിന്, ഈ ഒരു ദിവസം രാവിലെ സാറിന് ഒരു ക്ലാസ് എനിക്ക് കിട്ടിയതിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് താങ്ക് യു. ഇന്ന് ഞാൻ അബുദാബിയിൽ വന്ന ദിവസം തന്നെ സാറിന്റെ ഇത്രയും നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സർ.
സർ, ആ ഇതാര് മോർണിംഗ് സർ. ആരാ സംസാരിക്കാൻ ഇന്നത്തെ വന്നത്? ദിവസം ദീന സംസാരിക്കൂ. ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ലൈഫില് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിവസമായി, എനിക്ക് വലിയൊരു അറിവ് ലഭിച്ചൊരു ദിവസമായിട്ട് സാറിന്റെ ഈ ക്ലാസ് എനിക്ക് പ്രയോജനപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു 888 എന്നുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഏഞ്ചലിനെ നേടിത്തന്നതിനും സാറിനും പ്രപഞ്ചശക്തിക്കും ഒരുപാട് നന്ദി, കോടാനുകൂടി നന്ദി പറയുന്നു സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമസ്കാരം സാർ. പുതിയ കുറെ കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ പറ്റി. അതിൽ ആ സന്തോഷം ഇപ്പോഴുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉണ്ടാവും. താങ്ക് യു സാർ. തീർച്ചയായും താങ്ക് യു. കഴിഞ്ഞോ? ബാക്കി എല്ലാവരും കഴിഞ്ഞോ? ഈ 888 എന്ന ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും, നല്ല മാറ്റങ്ങൾ വരാനും, സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും സന്തോഷപരമായിട്ടും എല്ലാം പുതിയൊരു ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനും, നല്ല ബന്ധങ്ങളും നല്ല പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള ഒരു നാന്ദി കുറിക്കുന്നതായിട്ട് ഈ ദിവസം ഇങ്ങനെ നല്ല ഒരു ആരംഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ്സിന് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് തരാൻ സാധിച്ച ദിനേശ് സാറിനും ബാക്കിയുള്ള നല്ല ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രപഞ്ചത്തിനോടും നന്ദി, ദൈവത്തിനോടും നന്ദി, എല്ലാവരോടും നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കഴിഞ്ഞല്ലോ അല്ലേ? ശീലമ്മ പറഞ്ഞോ. അപ്പോൾ ഇത് ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുക. ഹലോ സാർ, എനിക്ക് ഈ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് അങ്ങേയറ്റം നന്ദി. ഞാനിത് ചെയ്യാനിരുന്നതായിരുന്നു, പക്ഷെ സാറിന്റെ ഇതിൽ ചെയ്യാൻ സാധിച്ചതിന് അങ്ങേയറ്റം നന്ദി. ഇന്നത്തെ ദിവസം എനിക്കിത് പറ്റിയതിന് നന്ദി. വളരെ ഒരു ക്രിട്ടിക്കലായ സിറ്റുവേഷനിലാണ് ഞാൻ. എങ്കിലും സാധിച്ചതിന് നന്ദി. എന്താണ് ക്രിട്ടിക്കല്? ഓക്കെ. ശ്രീനിവാസൻ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ശ്രീനിവാസൻ നിങ്ങളെ കാണാറുമില്ല കുറെ കാലങ്ങളായിട്ടല്ലേ? അതെ സാറേ, അതെ. എവിടെയാണ് ശ്രീനിവാസൻ? കുറെ കാലങ്ങളായല്ലോ നമ്മൾ കണ്ടിട്ട്. തിരക്കിലായിപ്പോയി സാർ. ഓക്കെ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ക്ലാസ് ആയിരുന്നു, സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. ഞാനത് കണക്കൂട്ടിയത് കേറണമെന്ന് വിചാരിച്ച് കണക്കൂട്ടിയ സാറേ, പക്ഷെ അത് കണക്ക് കൂട്ടല് പാളിപ്പോയി. ഓക്കെ, എന്താണേലും ശരി സാറേ, സാറിനും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി. നിങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഓർത്തു വെക്കാറുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. കുറച്ച് സമയങ്ങളെ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, വളരെ നന്ദി. എനിവേ, അപ്പോൾ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നല്ലൊരു കണക്ടിവിറ്റി നിങ്ങൾ പരസ്പരം ഉണ്ടാക്കുക. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറോ ചാറ്റ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആവട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടും വാങ്ങിച്ചുകൊണ്ടൊക്കെ പോവാട്ടോ. അത് ഗ്രൂപ്പ് എപ്പോഴും ഓപ്പൺ ആണ്. ഞാൻ വേണമെങ്കിൽ അത് ഓപ്പൺ ആക്കി ഇടാം. നിങ്ങൾ ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഓപ്പൺ അല്ലേ? നമ്മുടെ ഗ്രൂപ്പ് ജനറൽ ടോക്കിന് ഓപ്പൺ ആണല്ലോ. പുതിയ ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാരൊക്കെ നിങ്ങൾ പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക കേട്ടോ. കാരണം ഇത് അങ്ങനെയാണ് എനർജി നിലനിർത്തുക. അതിപ്പോ ഞാനൊരു വെറുതെ പറഞ്ഞു വരുന്നൊരു കാര്യം മാത്രമായിരിക്കും. ഓക്കെ. Good morning, sir. Good morning. Okay. Sir, ഞാൻ ഡ്രൈവിംഗിലാണ്. That's why I could not communicate. But I'm really thankful from the core of my heart that you have taken out time this morning to teach us this. Really grateful. I'm going to the office. I didn't want to miss the class. അത് കാരണമാണ് ഇത് വണ്ടിയിൽ ഓപ്പൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുകയാണ്. Thank you so much. Blessing for you. Thank you. നിങ്ങൾ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. Yeah, sure. അരുൺജിനെ ഇരുത്തിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക.
താങ്ക് യു. എനിവേ താങ്ക് യു. ഗ്രേറ്റ് ഡേ ഫോർ മീ ആൾസോ ഇസ് ഗ്രേറ്റ് ഡേ. ഇന്ന് വളരെ വ്യക്തമായ ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതി വെക്കുന്നു. ഇത്രയും ആൾക്കാരുടെ സിനർജി എന്നിലേക്കും കൂടി വന്നതിൽ ഇന്ന് ഞാൻ നല്ലൊരു ഫൈനാൻഷ്യൽ അച്ചീവ്മെന്റ്സ് ഇന്ന് ഞാൻ ഓഫീസിൽ നേടുമെന്ന് നല്ലൊരു പ്രതീക്ഷയല്ല, നല്ലൊരു വിശ്വാസത്തിൽ, നല്ലൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ പോകുന്നത്. വൈകിട്ട് ബാക്കി പറയാം. ഓക്കെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. ഏറെ വൈകി ഒരാൾ വന്നിരിക്കുന്നു. വന്നതിലൂടെ തന്നെ പോയോ? ബിന്ദു ഓടിച്ചാടി വന്ന് കണക്ട് ആയില്ല. ഓക്കെ, ഫൈൻ. കാരണം ഇതൊക്കെ നോക്കൂ, ഇത്തരം ക്ലാസ്സുകളൊക്കെ അപൂർവമായി കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം, ഇൻ മൈ ഹാർട്ട് ഞാൻ ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കണം, എന്ത് ഇവിടെ ക്ലാസ് എടുക്കണം എന്നൊരു ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഇവിടെ കയറുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല എനിക്ക്. ഞാൻ ഏഞ്ചൽ നമ്പറിനെ പറ്റി പറയണം എന്ന് മാത്രമേ എനിക്ക് ഇതുള്ളൂ. അതിനായിട്ടാണ് ഞാൻ. പക്ഷേ ഈ വിഷ്വലൈസേഷനും ഇപ്പോൾ ഏഞ്ചലിന്റെ ആ ഒരു ഫീലിങ്സ് ഒക്കെ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്നതല്ല, ഏതോ ശക്തി എന്നോട്. നിങ്ങൾ ശരിക്കും ഫീൽ ചെയ്തല്ലോ, നിങ്ങൾക്ക് കിട്ടിയ സംഭവങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഫീൽ ആയല്ലോ. ഇത് ഏതോ ശക്തി എന്നിലൂടെ നൽകുന്നതാണ്. അത് നിങ്ങളിലേക്ക് ലഭിക്കുന്നു. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അത് അനുഗ്രഹമാണ്. എനിക്ക് നിങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കണം. നമ്മൾ അത്രയും നല്ല എനർജി, ഇതിപ്പോൾ എല്ലാവർക്കും അത്രയും താല്പര്യപ്പെട്ട് വന്നവരാണ് എല്ലാവരും. അപ്പൊ ആ ഒരു എനർജി നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് പരസ്പരം താല്പര്യപ്പെടുക, നിങ്ങൾക്ക് മനസ്സിലുള്ളതൊക്കെ ആ ഗ്രൂപ്പിൽ പറയുക. ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ നടത്തുക. അപ്പോഴാണ് നമ്മൾ നല്ലൊരു എനർജിയും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. പേഴ്സണൽ ചാറ്റിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ എൻഗേജ് ചെയ്യുക. അത് നല്ലതാണ് നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ഇന്ന് പിരിയാം. ഞാൻ പോകേണ്ട സമയമല്ലോ അല്ലേ? ഓക്കെ, വൈകുന്നേരം കാണാം. വൈകിട്ട് ഇന്നൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ്. ഹാപ്പിനെസ് ഹാപ്പൻ ഡേ ആണെന്ന് കേട്ടോ. ഇന്ന് വൈകിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ദിവസമാണ്. ഹാപ്പിനെസ് ഹാപ്പൻ ഡേ. നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഒരേ ദിവസം നടക്കുന്ന ഒരു ദിവസമാണ്. ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഹാപ്പൻ ഡേയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പിരിയാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.